ടീനേജ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ഒരു പരീക്ഷണ ഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ നാം നേരിടുന്ന ഏറ്റവും വലിയ പരീക്ഷണമാണ് ലഹരി എന്ന് പറയുന്നത്. എന്താണ് ലഹരി? നമ്മൾ എന്തിലാണോ അഡിക്റ്റായി പോകുന്നത് അതിനെ നമ്മൾക്ക് ലഹരി എന്ന് വിളിക്കാം. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ലഹരിയാണ്. അതായത് നല്ല വൃക്ഷങ്ങളിൽ ഇത്തിൽക്കണികൾ കൂടി ചേരുമ്പോഴാണ് ആ വൃക്ഷം മോശമാകുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമ്മുടെ ജീവിതത്തിൽ രണ്ട് തരം ലഹരിയുണ്ട്. ഒന്ന് നല്ല ലഹരിയും ഒന്ന് മോശം ലഹരിയും. സംഗീതം, നൃത്തം, കല തുടങ്ങിയവ നല്ല ലഹരിയും മദ്യം, മയക്കുമരുന്ന്, പുകയില തുടങ്ങിയവ മോശം ലഹരിയുമാണ്. കൂട്ടുകാരുടെ സമ്മർദ്ദം മൂലമായിരിക്കാം നമ്മൾ ചിലപ്പോൾ ഇതിൽ അടിമപ്പെട്ടു പോകുന്നത്. എന്നാൽ ഇതിൽ നിന്ന് തിരിച്ചു വരാൻ സാധിക്കാതെയും വരും. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നൊരു ചൊല്ലുണ്ട്. ബട്ട് ചങ്ങാതി മോശമായാലോ? അതുപോലെ തന്നെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ കുട്ടികൾക്കായി സമയം ചെലവഴിക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കാതെ വരുമ്പോൾ അവർക്ക് നമ്മൾ നൽകുന്ന കോമ്പൻസേഷനാണ് പോക്കറ്റ് മണി എന്ന് പറയുന്നത്. ഈ പോക്കറ്റ് മണി കുട്ടികൾ എങ്ങനെ ചെലവഴിക്കുന്നു എന്ന് പോലും നാം അന്വേഷിക്കാറില്ല. സോ ഗീവ് ടൈം ടു അവർ ചിൽഡ്രൻസ്. അതുപോലെ യുവതലമുറയുടെ ലഹരി ഉപയോഗം കാരണം നശിക്കുന്നത് കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും വലിയ പ്രതീക്ഷകളാണ്. നാളെയുടെ സ്വപ്നങ്ങളാണ് ഒരു തുണ്ട് കയറിലും റെയിൽ പാളങ്ങളിലുമൊക്കെയായി അവശേഷിക്കുന്നത്. നോ പറയേണ്ടടുത്ത് നോ പറയാനുള്ള ധൈര്യം നാം ആർജിച്ചെടുക്കണം. ലഹരി ഉപയോഗിക്കുന്നവരെ നാം ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. അവരെ അതിൽ നിന്നും തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കുകയാണ് പ്രധാന ലക്ഷ്യം. മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും കൊന്നുകളയാനുള്ള ശേഷി ലഹരിക്കുണ്ട്. ഈ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കി ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും ലഹരിയെ തുരത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ജീവിതത്തോടുള്ള മത്സരമാകണം നമ്മുടെ ലഹരി. സേ യെസ് ടു ലൈഫ്, നോ ടു ഡ്രഗ്സ്, കീപ് ഗോയിങ്.